ഫോൺ കൈമാറുമ്പോ 2-3 സാക്ഷികളും വേണമല്ലോ. ഫോൺ ചോദിച്ചെത്തുന്ന സജിയെ ഭയപ്പെടുത്തി തിരിച്ചയക്കുന്ന സുനന്ദ. പഞ്ചായത്ത് മെമ്പറേയും എന്റെ ഭർത്താവിനെ വിളിച്ചു വരുത്താം. ഇനി ഒരു തവണ കൂടി നിനക്ക് പ്രശ്നം വന്നാ പിന്നെ നിന്നെ ഞാനിവിടെ കിടത്തില്ല. കാർത്തിയായനോട് അനുവാദമില്ലാതെ അർച്ചനയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാമെന്ന് ചന്ദ്രിക. നിന്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, എന്റെയും രക്ഷയ്ക്ക് കൂടി വേണ്ടിയാ. ആ കുഞ്ഞു മുത്തശ്ശനെന്ന് വിളിച്ച പെരുമ്പടപ്പ് വിശ്വനാഥന്റെ ഹൃദയം പൊള്ളും. ഒരു അനാഥ കുഞ്ഞ് പെരുമ്പടപ്പ് വീട്ടിലേക്ക് വരുന്നത് തടയാൻ വിശ്വനാഥൻ ശ്രമിക്കുമെന്ന് നിരഞ്ജന. ഞങ്ങൾ വീട് വിട്ടു പോകുന്നു ഭയന്നിട്ടാ. രാത്രി മഴ തുടരുന്നു. എന്താ ഒരു ആലോചന? വേറെന്താ ആലോചിക്കാനുള്ളത്? എത്ര ചിന്തിച്ചാലും പരിഹാരം കാണാത്ത വിഷയങ്ങളല്ലേ കടല് പോലെ കിടക്കുന്നത്. ജീവിതത്തിൽ ഇത്രയും വലിയ തിരിച്ചടികൾ സംഭവിക്കുമെന്ന് നമ്മൾ കരുതിയതാണോ? ഇതിനെ തിരിച്ചടി എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ വിധി അല്ലാതെന്താ? തിരിച്ചടികളല്ലാതെ ഇത് പിന്നെന്താ? സുധിയുടെ വിവാഹത്തോട് തുടങ്ങിയ പ്രശ്നങ്ങളായതല്ല. ഓരോ ദിവസം കഴിയും തോറും അതൊന്നിനൊന്ന് വഷളായി വരികയല്ലേ. അയ്യോ, ഞാൻ എങ്ങനെ ഇതൊക്കെ അതിജീവിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഇപ്പോഴിതാ ഒരു കുഞ്ഞിനെ സ്വീകരിക്കുന്നതിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതിനിടയിൽ നിരഞ്ജനയുടെ ഗർഭനാടകവും. അവൾ സുധിയുടെ കൂടെ ചേരാതിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. വിവരവും വിദ്യാഭ്യാസവും ഉണ്ടായിട്ട് എന്ത് കാര്യം? വന്ധ്യതയ്ക്ക് ചികിത്സ ഇല്ലാഞ്ഞിട്ടാണോ? അവന്റെ വാക്കിലും നോക്കിലും എല്ലാം എന്നോടുള്ള ശത്രുതയാണ്. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. കിട്ടിയ അവസരം അവൻ നന്നായി ഉപയോഗിക്കുക ജയന്തി. ഒരു ചോര കുഞ്ഞിനെ കൈ കിട്ടുന്നതാ നിരഞ്ജന അവന്റെ വഴിക്ക് ചിന്തിക്കാനുള്ള കാരണം. ചികിത്സയൊന്നും ഫലിക്കാതെ വന്ന പിന്നീടൊരു കുഞ്ഞിനെ ദത്തെടുക്കുന്നത് ഒഴിവാക്കാനാ അവൾ ഈ തീരുമാനം എടുത്തത്. അവളാ വിശ്വേട്ട ഇന്ന് ഈ കുടുംബത്തിന്റെ കരുത്ത്. അവനോടൊരു ഇഷ്ടക്കേട് അവളുടെ മനസ്സിൽ തോന്നിയിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താവുമായിരുന്നു? ഒരു വാക്കുകൊണ്ട് പോലും അവനെ വേദനിപ്പിക്കാതെ അവൾ കൂടെ നിൽക്കുന്നില്ലേ? സുധിയെ നമ്മൾ പഴിക്കുന്നത് പോലും അവൾ ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ മോന് ഇങ്ങനൊരു ഭാര്യയെ കിട്ടിയത് നമ്മുടെ ഭാഗ്യമൊന്നു വേണം കരുതാൻ. ഭർത്താവിൽ നിന്നൊരു കുഞ്ഞിനെ കിട്ടില്ലെന്നറിഞ്ഞാൽ ഏത് പെണ്ണും തകർന്നു പോവും. അതിനിടയ്ക്ക് അവന്റെ പഴയ ബന്ധത്തിന്റെ നാണം കെട്ട കഥകൾ അവള് കേൾക്കുന്നത്. പെട്ടിയെടുത്ത് ഇറങ്ങാൻ അത് തന്നെ ധാരാളാ. അവളുടെ ആഗ്രഹത്തിനൊന്നും വിശ്വട്ടെ എതിര് പറയരുത്. ജയന്തി എന്താ വളച്ചേട്ടി പറഞ്ഞു വരുന്നത്? ആ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് വിശ്വട്ടെ എതിര് പ്രകടിപ്പിക്കരുത്. നിരഞ്ജന ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണെന്നുള്ള ബോധം വേണം. അതവന്റെ വെല്ലുവിളിയായിരുന്നല്ലോ, അനാഥ കുഞ്ഞിനെ എന്റെ തറവാട്ടി കയറ്റുമെന്ന്. ഇതൊരു തോൽവിയായിട്ട് വിശ്വട്ടൻ കാണരുത്. സുധിയുടെ ജീവിതത്തിൽ കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മളിപ്പോ കണ്ണടച്ചേ പറ്റൂ. ജീവിതം എങ്ങനെയൊക്കെയാണ് വിശ്വേട്ട. നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പോലെ ആവില്ല എപ്പോഴും. മനസ്സുകൊണ്ട് തോൽവി സമ്മതിച്ചിരിക്കുകയല്ല ഞാൻ. ഇപ്പൊ എന്റെ ശബ്ദം പോലും എനിക്ക് നഷ്ടമായിരിക്കുന്നു. എനിക്കിപ്പോ ബോധ്യായി ഒരു ഊരാക്കുടുക്കിലാ ഞാൻ ചെന്ന് പെട്ടതെന്ന്. ഫൈസി കൈകാര്യം ചെയ്ത രീതിയാണ് പഴച്ചുപോയത്. എനിക്ക് എവിടെ പിഴച്ചെന്നാ സ്നേഹി പറയുന്നത്? നിരഞ്ജനയെ അമ്മാളുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോരുതായിരുന്നു. അവർ തമ്മിലൊരു കൂടിക്കാഴ്ച ഉണ്ടായതാ ഇപ്പോഴുണ്ടായ ബുദ്ധിമുട്ടുകൾക്കെല്ലാം കാരണം. അത് മണ്ടത്തരമായി പോയെന്ന് എനിക്കിപ്പോ മനസ്സിലായി. നിരഞ്ജനയുടെ സ്വഭാവം അറിയാവുന്നോണ്ടാ ഫൈസിയെ ഞാനിതിന്ന് വിലക്കിയത്. ഫൈസി അത് ചെവിക്കൊണ്ടില്ല. പലപ്പോഴും അതിരുവിട്ട ആത്മാർത്ഥതയാ ഫൈസിക്ക് വിനയായിട്ടുള്ളത്. അവൾ സ്വീകരിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ അമ്മയെ ഒന്ന് കണ്ടോട്ടെ എന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. നിരഞ്ജനെ പോലെ ഒരാൾ അടിക്കടി അവളെ തേടി പോകുമെന്ന് ഞാൻ കരുതിയില്ല. അവള് ജീവിച്ചു പോരുന്ന മാനസികാവസ്ഥയെക്കുറിച്ച് ഫൈസി ചിന്തിച്ചില്ല. ഒരമ്മയാവാൻ പോലും കഴിവില്ലാത്തൊരു പെണ്ണ അവള്. ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് ഒരു ഭാര്യയ്ക്ക് കിട്ടേണ്ട ഒരു പരിഗണനയും അവൾക്ക് കിട്ടുന്നുമില്ല. ഒരു ഹോട്ടൽ മുറിയിലെ ജീവിതം പോലെയാണ് അവൾ ആ വീടിനെ കാണുന്നത്. അവളുടെ മനസ്സിലേക്കാ കുഞ്ഞെന്ന സ്വപ്നവുമായി ഫൈസി ചെന്ന് കയറിയത്. ഇനി അവളെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയില്ല. വരുന്ന ഭവിഷ്യത്ത് എന്തായാലും അനുഭവിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. അവളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന അതൊന്നുമല്ല. കുഞ്ഞിനെ കൊടുക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. പക്ഷേ അവൾ അമ്മാളുവിന്റെ രക്ഷക ചമയാൻ നോക്കുന്നു.
ആ പെണ്ണിന് ഡെലിവറി കടന്നുകൂടാൻ കഴിയുമെന്ന് പോലും നമുക്കറിയില്ല. അവളും കുഞ്ഞും ഇല്ലാതായാൽ അതൊരു നഷ്ടമായി മാത്രം കാണാൻ നിരഞ്ജന തയ്യാറല്ല. വിഷയം കുത്തിപ്പോക്കുന്ന വെല്ലുവിളി. എന്റെ തൊപ്പി തെറിക്കാതെ അവൾ നോക്കിക്കോളാവുന്നു. എന്തൊരു ഔദാര്യം! എന്നോടവള് ഇത് തന്നെ ചെയ്യണം. അമ്മേ, ഗുഡ് മോർണിംഗ് അമ്മേ. ഗുഡ് മോർണിംഗ്. അമ്മ എഴുന്നേറ്റിട്ടില്ലെന്ന് കരുതിയാ ഞാൻ വന്നേ. ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം ഞാൻ ഏറ്റതല്ലേ. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, മുഴുവൻ ജോലി മോളാ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. കോർട്ടിലോ പോകുന്നില്ല. പിന്നെ എന്തെങ്കിലും ജോലി വേണ്ടേ? അമ്മയ്ക്കറിയാലോ എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണെന്ന്. ആ അതെ, അധികം ഒന്നും പുറത്തേക്ക് ഇറങ്ങണ്ട. 6 മാസത്തെ വയറൊന്നും മോക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞ് ഗീത സംശയിച്ചിട്ടുണ്ട്. ഇനി നേരിട്ട് തന്നെ ചോദിക്കും. പറയാന്നല്ലാതെ വയറ് കെട്ടിവെച്ച് നടക്കാൻ പറ്റുമോ അമ്മേ? ഞാനിപ്പോ കൂടുതൽ സാരി തന്നെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാ. ആ ഇനി കുറച്ച് ദിവസം കൂടി ഇവിടെ കഴിഞ്ഞാ മതിയല്ലോ. അതുവരെ ഈ വിശ്വാസത്തിൽ പോവും. നിന്നോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. റിക്വസ്റ്റോ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? കുഞ്ഞിനെ കിട്ടിയാലുടൻ സ്ഥലം വിടാനല്ലേ നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അതെ. സുധി ഇവിടെ നിന്ന് പോട്ടെ. മോള് കുഞ്ഞുമായിട്ട് കുറച്ചുനാൾ ഇവിടെ നിൽക്കേ. കുഞ്ഞിന് അത്രയ്ക്കുള്ള വളർച്ചയല്ലേ ആവുള്ളൂ. മൂന്നാറിലിപ്പം നല്ല തണുപ്പാ. ക്ലൈമറ്റ് പിടിച്ചു വരാനുള്ള ആരോഗ്യം കുഞ്ഞിന് വേണ്ടേ? അത് അച്ഛൻ താല്പര്യക്കുറവ് കാണിക്കുമെന്ന് സംശയിക്കരുത്. വിശ്വട്ടിനിപ്പോ ഒരു എതിർപ്പുമില്ല. ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോ സമ്മതിക്കുകയും ചെയ്തു. അച്ഛൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷോ, ഞാൻ കള്ളം പറഞ്ഞതല്ല. അത് റിസ്ക് അല്ലേ അമ്മേ? ഗീതേന്റെ ശബരി ഇങ്ങോട്ട് വരാറുണ്ട്. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട കള്ളി പൊളിയില്ലേ? ഒരു കുഞ്ഞിനെ ഒളിപ്പിച്ചു വെക്കാനൊന്നും പറ്റില്ല. എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ പിന്നെന്ത് ചെയ്യും? പിന്നെ അച്ഛനൊരു അപമാനം വരാതെയും ഞാൻ നോക്കണ്ടേ? അമ്മ എന്തൊക്കെ പറഞ്ഞാലും അച്ഛനതൊരു വീർപ്പുമുട്ടൽ തന്നെയാ. എങ്കിൽ ഒരാഴ്ചയെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞൂടെ? ആ കുഞ്ഞിനെ പേരക്കുട്ടിയായി കാണാൻ എനിക്ക് കഴിയും. ഞങ്ങൾ പോയിട്ട് പിറ്റേന്ന് തന്നെ അമ്മ മൂന്നാറിലേക്ക് വാ, കുഞ്ഞിനെയും കാണാലോ. ഇപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കട്ടെ. ഇവിടെ നിൽക്ക്, ഞാൻ ഇതാ വരുന്നു. ചേച്ചി വെയിറ്റ് ചെയ്യാൻ സമയമില്ല, വേഗം വരണം. ആ അവള് പെറ്റോടി? എടി ചന്ദ്രി, അവള് പ്രസവിച്ചോന്ന്? ഇവിടെ വെച്ച് അവളുടെ പേര് കഴിയാൻ വേണ്ടി നീ കാത്തിരിക്കാന്ന് എനിക്കറിയാം. നിന്നെ ആ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ബുദ്ധിമുട്ടിക്കത്തില്ല. പ്രസവിക്കാൻ പോയോളല്ലേ വന്ന് നിൽക്കുന്നത്. പിന്നെന്താടി പ്രസവിക്കാത്തത്? ഡേറ്റ് ആവാതെ ഒരുത്തിയും പ്രസവിക്കത്തില്ല. എനിക്കൊട്ടും വയ്യ ചേച്ചി. പിന്നെ നീ എന്താടി കരുതിയത്? പ്രസവം സുഖമുള്ള കാര്യമാണെന്നോ? വീട്ടിൽ വെച്ചേ ഞാൻ പറഞ്ഞതാ, ഈ സമയത്ത് അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ വരുമെന്ന്. ഒന്നാമത് നിനക്ക് വായുവിന്റെ കുഴപ്പമുണ്ട്. അതിന് കുറച്ച് ചൂടുവെള്ളം കുടിച്ചാൽ മാറിപ്പോവാവുന്നതേ ഉള്ളൂ. നീ ഇതിനെ നിസ്സാരായി കാണരുത്. കണ്ടു നിൽക്കുന്നവർക്കേ അതിന്റെ വേദന അറിയൂ. അടിക്കടി ഇവൾക്കിത് വന്നോണ്ടിരിക്കുക. വന്നത് പ്രസവ വേദനയല്ലെന്ന് മനസ്സിലായല്ലോ. വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവൾക്കുണ്ട്. നീ ഇവളെ കൊണ്ടുപോയി സ്കാൻ ചെയ്യേ. പിന്നെ അങ്ങനെ ഒരു സാഹചര്യം അല്ലേ ഉള്ളത്? നിനക്കിപ്പോഴും അറിയില്ല കാര്യങ്ങളുടെ ഗൗരവം. ഞാൻ പോകുന്നിടത്തൊക്കെ മണം പിടിച്ച് നടക്കുക ആ റോസിന്റെ ആയപ്പനും ഒക്കെ. നിങ്ങൾ രണ്ടാളും കൂടെ എത്ര തുള്ളിയാലും പേറ്റുനോവ് തുടങ്ങാതെ ഞാൻ ആശുപത്രി കൊണ്ടുപോകത്തില്ല. ഇവൾ ഇപ്പൊ പ്രസവിക്കുമെന്ന് പറഞ്ഞേ നീ എന്നെ 2 തവണ വിളിച്ചില്ലോടി? ആശുപത്രി പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഒരു ദിവസം അവിടെ കിടത്തിയിട്ട് അവര് പിറ്റേന്ന് പറഞ്ഞു വിട്ടേനെ.
എങ്കിലും ഇവളുടെ പ്രശ്നം എന്താണെന്ന് അറിയാലോ. പ്രശ്നമേ ഇവക്കല്ല, നിനക്ക. മനസാക്ഷി ഇല്ലാത്ത നിന്നോട് ഇനി ഞാൻ എന്ത് പറയാനാ? അതെടി, എനിക്ക് മനസാക്ഷിയില്ല. അതുകൊണ്ടല്ലേ ആരുമില്ലാത്തൊരു പെണ്ണിനെ പലരുടെയും കയ്യിൽ നിന്ന് രക്ഷിച്ച് കൂടെ നിർത്തുന്നത്. ഇവിടെ ഇട്ട് കൊല്ലിക്കാനൊന്നുമല്ല നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നാ പിന്നെ രായപ്പന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് എനിക്ക് 10 ലക്ഷം രൂപ വാങ്ങിയാ പോരായിരുന്നു. ഞാൻ കാർത്തിച്ച കുറ്റമൊന്നും പറഞ്ഞില്ല. ഇനി ഒരു 2-3 ആഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിന്റെ ബുദ്ധിമുട്ടൊക്കെ മാറും. നിന്റെ പ്രയാസമൊക്കെ എനിക്ക് മനസ്സിലാവാത്തോണ്ടല്ല. നമുക്ക് അങ്ങനെ തോന്നുമ്പോ ആശുപത്രിയിലോട്ട് ഓടാൻ പറ്റത്തില്ല. ആരുടെയെങ്കിലും മുന്നിൽ ചെന്ന് പെട്ടാലുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ സഹിച്ചൊക്കെ വെറുതെ ആവില്ലേ? നിനക്ക് വേറെ ഒരു കുഴപ്പവും ഇല്ല അർച്ചനെ. 2 ഡോക്ടർമാരും ഉറപ്പായിട്ട് പറഞ്ഞതല്ലേ. ചന്ദ്രി പറയുന്ന കേട്ട് ചെന്ന് കേറിയ അവര് പിടിച്ച് അഡ്മിറ്റ് ചെയ്യും. സിസേറിയൻ ചെയ്യാൻ പറഞ്ഞാലുള്ള അവസ്ഥ നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. പെട്ടുപോവില്ലേ നമ്മള്? വേദന വരുമ്പോ മരിച്ചു പോകുന്നു തോന്നും ചേച്ചി. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ചന്ദ്രി ഓരോന്ന് പറഞ്ഞ് നിന്നെ പേടിപ്പിച്ചു വെച്ചിരിക്കുക. കുഞ്ഞിനെ ഓർത്തുള്ള പേടിയാ എനിക്ക്. ചില നേരത്ത് കുഞ്ഞിന്റെ അനക്കമൊന്നും അറിയാതെ വരും. ഞാൻ ഈ വേദനയൊക്കെ സഹിക്കുന്നത് എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ. കാർത്തിയാനി, ചാടി കടിക്കാതെ ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ഒരു തവണ കൂടി നീ ഇവിടെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഗ്യാസിന്റെ പ്രശ്നമാണെങ്കിൽ അവര് മരുന്ന് തരും. പിന്നെ ഈ പ്രയാസമൊന്നും ഇവൾക്കുണ്ടാവില്ല. നാളെ ഞാൻ ആംബ്രോസിനെ കൂട്ടി വരാം. ഇനി അതിന്റെ പേരിൽ എന്നെ പഴി പറയണ്ട. എന്നാ സമാധാനമായിട്ടിരിക്കെ. രാവിലെ ആശുപത്രി പോകാൻ തയ്യാറായിരുന്നു. എന്തെങ്കിലും തടസ്സം വന്നാ ഞാൻ പറയാം. ചെന്ന് കിടക്ക്. പോട്ടെ ചന്ദ്രി. നീ വരണേ. വരുമെന്ന് പറഞ്ഞാ വരും. വണ്ടി എടുക്കടാ. ആദ്യം ഒന്ന് ചൂടാവുമെങ്കിലും കാർത്തു ചേച്ചിയുടെ മനസ്സിൽ സ്നേഹമുണ്ട്. എല്ലാവരെയും ഒരു കണ്ണിലൂടെ കാണുന്ന നിനക്ക് അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ലേ അർച്ചനെ? ആ ബൈക്കിലിരിക്കുന്നവനെ കണ്ടോ? കണ്ടു. അവനാ സജി. വരുന്നുണ്ടല്ലോ. ഇന്ന് 2 ഉണ്ടളിയാ. എന്നെ പ്രതീക്ഷിച്ച് അവനവിടെ നിൽക്കുന്നെ. നീ വാ. എന്താടീ കണ്ടിട്ടൊരു മൈൻഡില്ലാതെ? റോഡിൽ പല വായ്നോക്കികളും നിൽക്കും. അവര് ഞങ്ങൾ എന്തിനാ മൈൻഡ് ചെയ്യണം? നിനക്കൊന്നും വേറൊരു പണിയില്ലേടാ. നിന്റെ അനിയത്തി കൊള്ളാലോടി. ഇവളൊരു പുലിക്കുട്ടി തന്നെ. ഞാൻ പുലിക്കുട്ടിയൊന്നുമല്ല, ഡ്രൈവർ രാജപ്പന്റെ മോളാ. തടഞ്ഞു നിർത്തി തോന്നിയ ദിവസം പറഞ്ഞാ നീ വിവരം അറിയും. എടി പെണ്ണെ, പെമ്പിള്ളേർ ഇത്ര അഹങ്കാരം കാണിക്കാൻ പാടില്ല. അവസാനം കരയേണ്ടി വരും. നിന്റെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ കരയാതെ നീ നോക്കിയാ മതി. എടി വിടളിയാ. ആരാ കരയാൻ പോകുന്നെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. കണ്ടില്ലടി നിന്റെ ചേച്ചി എന്റെ മുന്നിൽ നിന്ന് പരുങ്ങുന്നത്. നീ കൂടുതൽ നെഗളിക്കൊന്നും വേണ്ട. നീ ആരാന്ന് ഞങ്ങൾക്ക് അറിയാം. പോവാ മോളെ. നീ മിണ്ടാതിരിക്കെ. ഇവൻ തടഞ്ഞു നിർത്തിയതല്ലേ. ആണുങ്ങൾക്ക് ചേർന്ന പണിയാണോടാ നീ ചെയ്തത്? നിനക്കൊരു പെങ്ങളുണ്ടല്ലോ, അവളോട് ഒരുത്തൻ ഇങ്ങനെയൊക്കെ പെരുമാറിയ നീ സഹിക്കോടാ? വീട്ടിലൊരു പെങ്ങളുണ്ടെന്ന് കരുതി ലോകത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളെ അങ്ങനെ കാണാൻ പറ്റില്ലടി. അപ്പൊ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. നിന്റെ ചേച്ചിയോടൊന്ന് കരുതിയിരിക്കാൻ പറ. കരുതിയിരിക്കേണ്ട നീയാടാ. നീ എന്ത് കാണിച്ചാടാ ഞങ്ങളെ പേടിപ്പിക്കുന്നത്? നിനക്കുള്ള മറുപടി ഞങ്ങളുടെ ചേച്ചി നിന്റെ വീട്ടിൽ വന്ന് പറഞ്ഞില്ലേടാ? നീ ചെന്ന് വിളിച്ചോണ്ട് പാടി അവളെ. എന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് അവളൊന്ന് ഷൈൻ ചെയ്തു. സജി ഷൈൻ ചെയ്യാൻ പോകുന്നത് ഇനി ഇവളുടെ ജീവിതം വെച്ചാ. ഫോണെടുത്ത് കാണിച്ചു കൊടുക്കടാ. അനിയത്തി കൂടെ കാണട്ടെ എല്ലാം. അല്ല, നമ്മളെന്തിനാണ് ഇവളുമാരെ ബോധ്യപ്പെടുത്തുന്നത്? നീ കാണിക്കടാ അമ്പിളി. ഞങ്ങള് മാത്രല്ല, ഈ വഴി കൂടെ പോന്ന എല്ലാരും കാണട്ടെ. മോളെ വീടിനെ എന്നെ കാണിക്കടാ. നിന്റെ ഫോണിലുള്ള എന്താന്ന് വെച്ചാ കാണിക്ക അമ്പിളി. ആളുകളെ വിളിച്ച് കൂട്ടടി. ഇവന്മാരൊന്നും വെറുതെ വിട്ടൂടാ. അളിയ, നമുക്കിപ്പോ പോവാം. ഇവനെ
കൈയോടെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കേണ്ടതാ. ഇവന്റെ ഫോണിലുള്ള എന്താണെന്ന് പോലീസും കൂടെ കാണട്ടെ. എടി വാളിയാ വാ വാന്ന്. വാ 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 കേറ് വാ പോവാം പോവാം. പേടിച്ചോടാതെ നിക്കടാ അവിടെ. വാ പോവാം. മോളെ നിനക്ക് എന്താ പറ്റിയേ? അവന്മാരെ വിടാൻ പാടില്ലായിരുന്നു. നീ വാ നമുക്ക് പോവാം. സുധീന്ന് ലീവിലാണോ? അല്ല, എന്താ? നമുക്കൊന്ന് അമ്മാളുവിനെ കാണാൻ പോവായിരുന്നു. നിരഞ്ജൻ എന്താ കുട്ടികളെ പോലെ സംസാരിക്കുന്നേ? നമ്മൾ ആരും അങ്ങോട്ട് ചെല്ലരുതെന്ന് ഫൈസി മുഖം കറുപ്പിച്ച് പറഞ്ഞതല്ലേ? അത് ഫൈസിയുടെ സ്റ്റാൻഡ്, എന്റെ സ്റ്റാൻഡ് അതല്ല. ആര് വിലക്കിയാലും എനിക്ക് അവളെ കാണാതിരിക്കാനാവില്ല. സുധിക്ക് അത് അറിയില്ലേ? ഞാൻ അവളുടെ കുഞ്ഞിനെ സ്വീകരിക്കുന്ന വളർത്തമ്മ മാത്രമല്ല, ആ കുഞ്ഞിനെ മനസ്സിൽ കണ്ട് പ്രഗ്നന്റായി ജീവിക്കുന്നവളാ. എന്റെ ഫീലിങ്സ് ആർക്കും മനസ്സിലാവില്ല, സുധിക്ക് പോലും. സുധി അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവളെ കാണാൻ പോകരുതെന്ന് എന്നോട് പറയില്ലായിരുന്നു. നമ്മൾ കാരണം ഫൈസിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, അത് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. നമുക്ക് വേണ്ടിയാ ഫൈസി നിൽക്കുന്നത്. വീട്ടിൽ പോയതുപോലെ അല്ല നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. വർമ്മ സാർ അത്ര മണ്ടനൊന്നുമല്ല. എല്ലാം ഫൈസിയെ ഏൽപ്പിച്ച് അയാൾ കൈ കഴിയിട്ടുമില്ല. ഫൈസി പേടിക്കുന്നത് അതൊക്കെ കൊണ്ടാ. കുഞ്ഞിനെ ആർക്കെങ്കിലും കൈമാറാൻ നീക്കമുണ്ടെന്ന് അറിഞ്ഞാൽ അയാൾ ഫൈസി ഒഴിവാക്കും, അവളെ സ്ഥലം മാറ്റുകയും ചെയ്യും. നമ്മളെ സംബന്ധിച്ച് അതൊരു ഷോക്ക് തന്നെയാണ്. ഇതുവരെ കൊണ്ടെത്തിച്ചിട്ട് നമ്മൾ വിഡ്ഢികളാവണോ? ആ കുഞ്ഞിനെ വെച്ച് ഞാൻ മനസ്സിൽ കാണുന്നത് എന്താണെന്ന് നിരഞ്ജനയ്ക്കറിയാലോ. കുഞ്ഞ് കയ്യിൽ വന്നാൽ ഉടൻ അതിനെയും കൊണ്ട് ആദ്യം വരേണ്ടത് ഈ വീട്ടിലേക്കാവണം. പെരുമ്പടപ്പ് വീടിന്റെ നടുത്തളത്തിൽ എനിക്ക് ആ അനാഥ കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്തണം. അവിടെയും തീരില്ല എന്റെ പക. സുധി ചെയ്തതെന്താണെന്ന് അറിയിച്ചു കൊടുത്തിട്ടേ ഞാൻ ഈ നാട് വിട്ടു പോവൂ. ആ കുഞ്ഞിനു വേണ്ടി നിരഞ്ജനെ എത്ര ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പാളിച്ചയും സംഭവിച്ചുകൂടാ. ഇനി അമ്മാളുവിനെ കാണാൻ പോകണോ വേണ്ടിയോ എന്ന് നിരഞ്ജനയ്ക്ക് തീരുമാനിക്കാം. സത്യമാണോ ചേച്ചി പറയുന്നത്? എനിക്കിനി മറിച്ചൊരു ചിന്തയില്ലടാ. ഇവിടെ കിടന്നിട്ട് ഇനി വലിയ കാര്യമൊന്നുമില്ല. 2 കാര്യവും നടന്നു കിട്ടിയാ ഞാൻ സ്ഥലം വിടും. അതിനി അധികം സമയമൊന്നും വേണ്ട. ഇനി അങ്ങോട്ട് നോക്കിയും കണ്ടും വേണം നീങ്ങാൻ. നിനക്കെന്താ പേടിയുണ്ടോടാ? SP മായിട്ടുള്ള ഇടപാടില്ലേ എനിക്ക് പേടി. വിശ്വസിക്കാൻ പറ്റുന്ന ടീം അല്ല അത്. നമ്മുടെ ഡിമാൻഡ് അംഗീകരിച്ച് പൈസ തന്ന് കൊച്ചിനെയും വാങ്ങി നമ്മളെ അങ്ങ് പൊക്കിയാലോ? രായപ്പൻ ചേട്ടൻ പറയുന്നതിലും കുറച്ച് കാര്യങ്ങളുണ്ട്. രായപ്പൻ പറയുന്ന കേട്ടേ നീ എന്നെ പേടിപ്പിക്കാൻ വരരുതേ. കാർത്തിയായി അങ്ങനെയൊന്നും വരണ്ടു പോത്തില്ല. എനിക്കെതിരെ ഒരു ചെറു വിരൽ അനക്കാൻ പോലും SP-ക്ക് പറ്റത്തില്ല. അർച്ചനയ്ക്ക് വയറ്റിലുള്ള വിവരം അയാളുടെ മോൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. രായപ്പൻ തന്നെ അതെന്നോട് പറഞ്ഞതാ. അതാണടാ എന്റെ പിടിവള്ളി. SP എന്തെങ്കിലും തറവേല പുറത്തെടുക്കുന്നതിന് മുമ്പേ ആ കാര്യം ഞാൻ അങ്ങ് പറയും. അവിടെ അയാള് പത്തിമടക്കും. എല്ലാ വശങ്ങളും ചിന്തിച്ചുറപ്പിച്ച രായപ്പന്റെ കയ്യിൽ നിന്ന് അർച്ചനെ ഞാൻ തട്ടിയെടുത്തത്. ഒന്നിച്ചൊരു തുക തരാൻ ചെവളയൊന്നും മടിക്കും. 3 ലക്ഷം ഒന്നും അവൻ തരത്തില്ല, അതെനിക്കും അറിയാം. ചെവളെ മെരുക്കുന്ന കാര്യം ഇത്തിരി പാടാ. അർച്ചനയുടെ പ്രസവത്തിന് മുമ്പേ കാശ് കുറേശ്ശെ ഊരിയേ പറ്റൂ. പറഞ്ഞിരുന്ന് ആ കാറും കൂടെ നാളെയെങ്കിൽ വരും. അതിനും കാശ് കൊടുക്കണം. അർച്ചനെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടിയല്ലേ ഇപ്പൊ കാറൊക്കെ വാങ്ങുന്നത്. ചെവളെ വിളിച്ച് കുറച്ച് കാശൊന്ന് ചോദിച്ചു നോക്കാം. അയാൾ ഇപ്പൊ അടിച്ച് ഫിറ്റായി എവിടെയെങ്കിലും കിടപ്പുണ്ടാവും. രാവിലെ വിളിച്ചാ പോരെ ചേച്ചി? വിളിച്ചു നോക്കട്ടടാ. അവനെ കൊണ്ട് നാളെ തന്നെ കാശിടിക്കണം.
ആ എന്താടി ഈ നേരത്ത്? അതിനിപ്പോ നേരമൊന്നും ആയില്ലല്ലോ, 10 മണിയല്ലേ ആയുള്ളൂ. കൊഞ്ചാതെ കാര്യം പറയടി. ഓ, കൂടെ ആരെങ്കിലും കാണും. നീ എന്റെ വായനൂലം കേൾക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ പറയടി. അത് പിന്നെ പെണ്ണിന്റെ പ്രസവ തീയതി ഇങ്ങ് അടുത്തു. ആ, അതിനു വേണ്ടിയിട്ടല്ലേടി ഞാൻ കാത്തിരിക്കുന്നത്. കാത്തിരുന്നാ പോരാ, പ്രസവം നടക്കണം. അതിന് കുറച്ച് കാശ് ചെലവുണ്ട്. നിനക്കറിയാലോ, എന്റെ കയ്യിലൊന്നുമില്ല. പെണ്ണിന്റെ പിന്നാലെ പോയി ഉണ്ടായിരുന്ന കച്ചവടവും പോയി. നിന്നോടല്ലാതെ ഞാൻ പിന്നെ ആരോട് ചോദിക്കാനാ? എപ്പോഴാ വിളി വരുന്നെന്ന് അറിയില്ല. കയ്യിൽ കാശില്ലാതെ ഒന്നും നടക്കില്ല. നാളെ തന്നെ ഒരു 50,000 രൂപ എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്. അക്കൗണ്ട് നമ്പർ ഞാൻ ഇപ്പൊ തന്നെ അയച്ചു തരാം. നീയൊന്നും പറഞ്ഞില്ല. പറ്റില്ലെങ്കിൽ പറഞ്ഞോ, ഞാൻ വേറെ വഴി നോക്കാം. എടി, കാശ് എത്രയാന്ന് വെച്ചാൽ തരാം. നാളെ ഇട്ടേക്കണേ. ആ, 2 ദിവസത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കേ. ഞാനിപ്പോ മേട്ടുപ്പാളയത്താ. 2 ദിവസത്തിനുള്ളിൽ നിന്റെ കയ്യിൽ പറഞ്ഞ കാശ് എത്തും. നീ വെച്ചോ. എന്തു പറഞ്ഞു ചേച്ചി? അവനിപ്പോ സ്ഥലത്തില്ല. 2 ദിവസത്തിനുള്ളിൽ കാശിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ എന്തും തരുവടാ. അവനെ അവളെ അത്രയ്ക്ക് മോഹിച്ചിട്ടുണ്ട്. പ്രസവം ഒന്ന് കഴിയട്ടടാ. അവൾ ആശുപത്രി കിടക്കുമ്പോ 50,000 കൂടെ ഞാൻ ഊരിയെടുക്കും. പിന്നെ അവളെ കൊണ്ടുപോകാൻ നേരം 1 ലക്ഷം.